നമസ്കാരം. കർണാടകയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് പിഞ്ചുകുഞ്ഞിന് ദാരുണാന്ത്യം. കർണാടകയിലെ ചന്നപട്ടണയിലുണ്ടായ വാഹനാപകടത്തിലാണ് കണ്ണൂർ കൊളക്കാട് സ്വദേശി അതുൽ അലീന ദമ്പതിമാരുടെ 1 വയസ്സുള്ള കുഞ്ഞു മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഡിവൈഡറിലിടിച്ച് തലകുത്തി മറിയുകയായിരുന്നു. പിന്നാലെ പുറകിൽ വന്ന ബസ് കാറിലേക്ക് ഇടിച്ചു കയറി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അതുലിനെയും അലീനയും ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മൈസൂരു എക്സ്പ്രസ് വേയിലെ ചന്നപട്ടണയിൽ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ കാറിലേക്ക് പിന്നാലെ എത്തിയ ബസ് പാഞ്ഞു കയറുകയായിരുന്നു. 6 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. അലീന മൂത്ത മകൻ സ്റ്റീവ്, അലീനയുടെ മാതാവ് റെറ്റി, ബന്ധുക്കളായ ആരോൺ, ആൽവിൻ, കാർ ഡ്രൈവർ ആന്റണി എന്നിവരെ ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വരികയായിരുന്ന കാർ മഴയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ കയറിയതോടെ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന ആന്റണി ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കുമ്പോഴാണ് ബംഗളൂരുവിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് കാറിന് മുകളിലേക്ക് ഇടിച്ചു കയറിയത്. പുറത്തേക്ക് തെറിച്ചു വീണ പിഞ്ചുകുഞ്ഞ് തൽക്ഷണം മരിച്ചു. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന അതുലും അലീനയും ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപം ഹുസ്കൂരിലാണ് താമസിക്കുന്നത്. അപകട സമയത്ത് അതുൽ ബംഗളൂരുവിലായിരുന്നു. അലീന നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്.